ചിപ്പിക്കൂൺ കൃഷിയിൽ മാധ്യമങ്ങൾ പലതുണ്ടെങ്കിലും ഈ ഫാമില് അറക്കപ്പൊടിയാണ് മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത്. അറക്കപ്പൊടി റബ്ബറിന്റെ അറക്കപ്പൊടിയാണ് ഉപയോഗിക്കുക. വലിയ കൂണ്, കൂടുതൽ ദീർഘമായ വിളവെടുപ്പ് എന്നീ പ്രത്യേകതകളാണ് റബ്ബറിന്റെ അറക്കപ്പൊടിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുക. മാധ്യമം സ്റ്റെറിലൈസ് ചെയ്യാൻ പല മാർഗങ്ങളും നിലവിലുണ്ടെങ്കിലും ഈ ഫാമില് ആവി കയറ്റി പുഴുങ്ങുക എന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൂൺ കൃഷി 100% ജൈവ രീതിയിലാണ് നടക്കുന്നത്. ശേഖരിച്ച വെച്ച അറക്കപ്പൊടി അരിച്ചെടുത്ത് റബ്ബറിന്റെ ഒട്ടുപാൽ പീസുകളും അതുപോലെയുള്ള വേസ്റ്റുകളും നീക്കം ചെയ്ത് പ്രത്യേക രീതിയിൽ നനച്ചെടുത്താണ് അറക്കപ്പൊടി പാകപ്പെടുത്തുന്നത്. പച്ച അറക്കപ്പൊടി തന്നെയാണെങ്കിൽ 10 കിലോ അറക്കപ്പൊടിക്ക് 3.5 ലിറ്റർ വെള്ളവും അതിനോട് മിക്സ് ചെയ്യുന്ന 300 ഗ്രാം കാൽസ്യം കാർബണേറ്റുമാണ് ഇതിൻ്റെ ആകെ അസംസ്കൃത വസ്തുക്കൾ. തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അറക്കപ്പൊടിയിൽ കാൽസ്യം കാർബണേറ്റ് ചേർന്ന വെള്ളം ഒഴിച്ചത് നനയ്ക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ വെള്ളം എത്തിച്ചേരുന്നതിന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാകട്ടെ നിരത്തിയിട്ട അറക്കപ്പൊടി ഇളക്കി വൃത്തിയാക്കിയതിന് ശേഷം ഈ നിശ്ചിത അളവിലുള്ള വെള്ളം അതിൻ്റെ എല്ലാ സ്ഥലത്തും ഒരുപോലെ വരുന്ന വിധത്തിൽ തളിക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത അറക്കപ്പൊടി പലതവണ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് വൃത്തിയായി തിരുമ്മി യോജിപ്പിച്ചാൽ മാത്രമേ അതിന് 100% ഫലം ലഭ്യമാവുകയുള്ളൂ. ശ്രദ്ധിക്കേണ്ട വിഷയം ഇത്രയാണ്. 10 കിലോ അറക്കപ്പൊടി, അത് പച്ചയാണെങ്കിൽ 3.5 ലിറ്റർ വെള്ളം, അതിനോട് ഒപ്പം ചേർത്ത് മിക്സ് ചെയ്യുന്നത് 300 ഗ്രാം കാൽസ്യം കാർബണേറ്റ്. അറക്കപ്പൊടി ഒരാഴ്ചയെങ്കിലും പഴകിയതാണെങ്കിൽ 3.5 ലിറ്റർ എന്നത് വെള്ളത്തിൻ്റെ അളവ് 4 ആയിട്ട് വർദ്ധിക്കണം. മാസം കഴിഞ്ഞതാണെങ്കിൽ അത് 5 ആയിട്ടും പിന്നീട് അങ്ങോട്ട് പഴകിയ അറക്കപ്പൊടിക്ക് നമ്മളുടേതായ വിവേചനം അനുസരിച്ച് വെള്ളം അളവ് വർദ്ധിക്കുകയും വേണം. എപ്പോഴാണെങ്കിലും എത്ര പഴകിയ അറക്കപ്പൊടിയാണെങ്കിലും 6 ലിറ്ററിൽ കൂടുതൽ വെള്ളം 10 കിലോയിലേക്ക് ആവശ്യമായി വരാറില്ല. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത അറക്കപ്പൊടി ബാരലിലിട്ട് വേവിക്കുകയാണ് ചെയ്യുക. പുഴുങ്ങുന്ന അതേ രീതിയിൽ തന്നെ ബാരൽ സജ്ജീകരിച്ച് ആവിക്ക് വെച്ച് ആവി എല്ലായിടത്തും വന്ന് പുറത്തേക്ക് ബഹിർഗമിച്ചതിന് ശേഷം 1 മണിക്കൂർ ആവിയിലിരിക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത്. ഈ ഫാമിൽ 40 കിലോ അറക്കപ്പൊടി ഒന്നിച്ച് ആവി കയറ്റുന്ന രീതിയാണ് ഉപയോഗിക്കുക. ഇതാകട്ടെ 26-28 ബെഡുകൾക്ക് മതിയാവും.